ഹായ് ഫ്രണ്ട്സ്, എവിടെ എല്ലാവരും? കുറേ നാളായി കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ കാര്യമായിട്ടൊന്നും ഒക്കെ നോർമലായിട്ട് ഡേ ടു ഡേ ലൈഫ് അങ്ങനെ ഒരു നോർമൽ ഒരു റൂട്ടീനിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നും കാണിക്കാനില്ലാത്തപ്പോൾ പിന്നെ വെറുതെ ഓരോന്ന് ചറ പറയുന്ന വെറുതെ ഓരോന്ന് എടുത്തിട്ട് എൻ്റെ വ്യൂസിനെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നിതേ ഒന്ന് മഴയാണല്ലേ, ഇപ്പോൾ ഫുൾ ടൈം മഴ തന്നെയാണല്ലേ. അപ്പോൾ ഇത് മഴയൊക്കെ തോർന്നൊരു രാവിലെ ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ എൻ്റെ പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞു കലാവിരുതുകളാണ് ഇതൊക്കെ. എൻ്റെ കോവക്കവള്ളി ഇതേ കോവയ്ക്ക കായ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പം അത്യാവശ്യം ഇങ്ങനെ കുഞ്ഞു കോവക്കകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് എനിക്കത് കാണുമ്പോൾ. വലിയ ഇതിലൊന്നും കിട്ടില്ല, മേ ബി ഒരു 5-6 ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടും. നമുക്കൊരു നേരത്തെ ഒരു ഉപ്പേരി വയ്ക്കാനോ ചിലപ്പോൾ അതിനും ഉണ്ടാവില്ല, അതുണ്ടാവും ഒരു ഇത്രയൊക്കെ കിട്ടും ചിലപ്പോൾ. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന്ന് പറിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഈ പപ്പായൊക്കെ ഇതൊക്കെ തനിയെ ഉണ്ടായതാട്ടോ. പക്ഷെ അതുമൊക്കെ ഇങ്ങനെ കായും ഇതൊക്കെ കാണുമ്പോൾ പൂക്കളൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇതുണ്ട്, ഈ പപ്പായ മരത്തുമ്പോൾ ഒരുപാട് പപ്പായ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പപ്പായ ഉണ്ടായിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വിഷാംശം ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അത് ഇപ്പോൾ ഈവൻ പപ്പായ ആയാലും മാംഗോ ആയാലും എന്തായാലും അല്ലേ. അപ്പോൾ ഇതേ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിച്ചണിൽ കയറാൻ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാട്ടോ. അപ്പോൾ ഇന്ന് എന്തപ്പോൾ ഉണ്ടാക്കുക, ഇന്നൊരു സൺഡേ ദിവസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ പെരുന്നാളിൻ്റെ ബാക്കി കുറേ ബീഫ്, പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ആഴ്ച പെരുന്നാളുടെ ബീഫ് ഇങ്ങനെ ഓടില്ലേ. അപ്പോൾ ലാസ്റ്റത്തെ കലാക്ഷക്കൊട്ടെന്നാണ് ഒരു വലിയൊരു പീസും കൂടി എൻ്റെ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തം എടുത്തിട്ട് ഇതാ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും ഒന്ന് അത് വെച്ച് ചെയ്യണം. എന്ത് ചെയ്യണം എന്നൊന്നും ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഇതുപോലൊരു മന്തി മസാലയുടെ ഒരു ചെറിയൊരു പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ബ്രാൻഡ്, എന്തോ സംതിങ് മാറ്റീസ് എന്തോ പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഒരു ചെറിയൊരു പാക്കറ്റ്, ഒരു 20 റുപ്പീസിൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ ഇല്ല, മന്തി ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ. ചിക്കൻ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷെ ആക്ച്വലി അങ്ങനെ മന്തീൻ്റെ ആ ഒരു പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മന്തീൻ്റെ വേറൊരു സംഭവം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ ഒന്നും മേടിച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മസാല പാക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണോ വേണ്ടയോ വെറുതെ ബീഫ് വരട്ടിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് ഇപ്രാവശ്യം മഴയ്ക്കല്ലേ, ഒരു സൺഡേ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനിക്കണ്ട. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ബീഫ് കൊണ്ടൊരു തട്ടിക്കൂട്ടൊരു മന്തി ഉണ്ടാക്കാം. മന്തി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. മന്തി റൈസ് ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാം. പെരുന്നാളിന് ബിരിയാണി റൈസ് മേടിക്കാൻ പറഞ്ഞിട്ട് ഇക്ക പോയിട്ട് മന്തി റൈസ് മേടിച്ചുകൊണ്ടിരുന്നത്, അത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി റൈസ് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണെന്നൊന്നും നോക്കിയില്ല, ഒരു മന്തി അങ്ങ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ഞാനും ഹെസക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഹെസ ഓരോന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. ഹെസനെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാലറിയാം. ഈ ഹെസമോൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, വെറുതെ വല്ല നാടോടിക്കുട്ടികളുടെ പോലെ കുറേ വളകളും കുറേ മാലയൊക്കെ എടുത്തിട്ട് കഴുത്തിലിട്ടുകൊണ്ടാണ് നടക്കട്ടെ. സ്കൂളൊക്കെ ഇല്ലാത്ത സമയത്ത് സ്കൂൾ വിട്ടാൽ വേഗം അവൾ വന്നിട്ട് കുറേ പച്ചയും മഞ്ഞയും നീലയൊക്കെ വളം എടുത്തിട്ട് കുറേ കയ്യിലിടും. കുറേ എൻ്റെ പഴയ വാച്ചുകളോ എൻ്റെ മോതിരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ മാല എടുത്തിടും. ഇന്നിപ്പോൾ ഇതേ കുറച്ച് കുറവാണ് കേട്ടോ. അത് കണ്ടോ, ലീനയുടെ ഒരു പഴയൊരു ഡ്രസ്സാണ്, അവൾ ഏകദേശം ഉപേക്ഷിച്ചൊരു ഡ്രസ്സായിരുന്നു, അതെടുത്തിട്ട് ഇട്ടിരിക്കുന്നത്. ലീനൻ്റെ ഷോളൊക്കെ ഇട്ടിട്ടാണ് നടത്തുക. അപ്പോൾ വെറുതെ വന്നിട്ട് കിണുകിണുകിണു പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇതാക്കിയിട്ട് പറയും. ഇപ്പോൾ മഴ ആയതുകൊണ്ട് പിള്ളേർക്ക് പുറത്തൊന്നും ഇറങ്ങാനോ കളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതേ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. പുതിയ
എനിക്ക് പൊതുവേ ഈ നമ്മുടെ നാടൻ ചിക്കനായാലും ബീഫായാലും നമ്മുടെ നാടൻ ദം ബിരിയാണികളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഈ അറബിക് റൈസ്, ഈ മന്തി, മജ്ബൂസ് അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും എനിക്ക് അത്ര വലിയ ക്രേസൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഉണ്ടാക്കും എന്നല്ലാണ്ട് വല്ല കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ നാടൻ ബിരിയാണി തന്നെയാണ് എനിക്ക് ആദ്യം ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ദുബായിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ജോബ് ശരിയായത് ദുബായി ആയിരുന്നു. അതുകൊണ്ട് ഷാർജയിൽ നിന്ന് ദുബായിക്ക് താമസം മാറിയപ്പോൾ താമസിക്കാൻ അവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. ഭയങ്കര റെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു അറബിയുടെ വീട്ടിൽ ഒരു ചെറിയൊരു പോർഷൻ അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വൈഫ് അറബിക്ക് 3-4 വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാര്യമാർ ഒരു ചെറിയൊരു പോർഷൻ അങ്ങനെ പുറത്തുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയായിരുന്നു കേട്ടോ. പറയുമ്പോൾ അത് നമ്മുടെ ദുബായ് മോളുടെയൊക്കെ അടുത്തായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ദുബായ് മോള്. നമ്മുടെ ബുർജ് ഖലീഫയൊക്കെ നമുക്കിങ്ങനെ മോളത്തെ കൊമ്പ് ഇങ്ങനെ കാണാമായിരുന്നു, വാതിൽ തുറന്നതെന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഒരു പൊട്ട റൂമായിരുന്നു കേട്ടോ. റൂമും ഒരു ബാത്റൂമും മാത്രമുള്ള ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ നമുക്ക് ഡെയിലി പോയി വരാനൊക്കെ എളുപ്പത്തിന് അത് മതിയായിരുന്നു. ഞങ്ങൾ 3 പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവരുടെ കിച്ചൺ എന്ന് പറയുന്നത്, നമുക്കുള്ള കിച്ചൺ എന്ന് പറയുന്നത് അവരുടെ കിച്ചൺ തന്നെ ഷെയർ ചെയ്യായിരുന്നു. അവരുടെ അത്യാവശ്യം വലിയൊരു കിച്ചണായിരുന്നു. കിച്ചൺ അവരുടെ വീടിന് പുറത്തായിരുന്നു. അപ്പോൾ നമുക്ക് ആ കിച്ചണിൽ തന്നെ അവരൊരു ചെറിയൊരു പോർഷൻ നമുക്ക് തന്നിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതിന് പാർട്ടീഷൻസ് ഒന്നുമില്ല. അവരുടെ കിച്ചണിൽ തന്നെ ഒരു സൈഡിൽ നമുക്കൊരു സ്റ്റൗവും ഒരു ഷെൽഫും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ പോവുക, പിന്നെ രാത്രി വന്നാലേ കുക്ക് ചെയ്യണ്ടെന്നുള്ളത്, അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ അവരുടെ കുറേ ഇതുപോലെ അങ്ങനെ അവരുടെ കുറേ റൈസുകൾ, അവരുടെ കുക്കിംഗ് ഇത് നമ്മൾ അവിടെ ഒരു ഗദ്ദാമ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു ഗദ്ദാമ ഒരു എത്യോപ്യൻ ലേഡി ആയിരുന്നു, അലീമ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയായിരുന്നു. അവൾക്ക് മലയാളം ഇംഗ്ലീഷും അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് അറബി അറിയില്ല. അപ്പോൾ പക്ഷെ അവൾ പറയുന്നതൊക്കെ എനിക്കും ഞാൻ പറയുന്നതൊക്കെ അവൾക്കും മനസ്സിലാവും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അവൾ കുറേയൊക്കെ പഠിച്ചു. എന്നോട് സംസാരിച്ച് ഞാൻ കുറേയൊക്കെ ഇംഗ്ലീഷിൽ കുറേയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവളുടെ അറബി മാത്രമേ എനിക്ക് മനസ്സിലായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ട് നല്ലൊരു ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ അവളിങ്ങനെ ഒരുപാട് റൈസുകളൊക്കെ ഉണ്ടാക്കും. നമ്മളെ അറബിക്ക് ഒരുപാട് മജ്ബൂസ്, മഗ്ലൂബ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരുടെ ഓരോ തരം റൈസുകൾ ഉണ്ടാവില്ല. അവർക്ക് തന്നെയാണല്ലോ ഈ മീറ്റും ഇതും വെച്ചിട്ട് ചിക്കനും വിട്ടിട്ട് വേറൊരു കളിയില്ലല്ലോ. വെള്ളിയാഴ്ചയ്ക്ക് അതുപോലെ ഇങ്ങനെ ഓരോ വെറൈറ്റി റൈസുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരെന്തുണ്ടാക്കുമ്പോഴും ഒരു പോർഷൻ നമുക്കും തരും. അപ്പോൾ ഇത് എന്നും ഇതിങ്ങനെ കഴിച്ച് കണ്ടിട്ട് നമുക്ക് അവരുടെ കിച്ചണിൽ പോയാലും ഈ ഒരു മണം ഇത് തന്നെയായിരുന്നു. ഈ ഒരു മണം ഇങ്ങനെ കേട്ട് പിന്നെ ലാസ്റ്റ് കഴിയുന്ന സമയത്ത് ഞാൻ ഹസന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനൊന്നും വയ്യ. ഭയങ്കര ടയർഡായിട്ടും വൊമിറ്റിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് മിക്ക ദിവസങ്ങളിലും ഇവളുടെ ഫുഡ് തന്നെയായിരിക്കും ഞങ്ങൾക്ക് ശരണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ റൈസ് എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ എന്തെങ്കിലും ചില ദിവസം ഒന്നും ഉണ്ടാക്കില്ല, ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ കുറേ മുഖങ്ങളിൽ മറക്കാനാവാത്ത ഒരാളാണ് കേട്ടോ അലീമ എന്ന് പറയുന്ന ഗദ്ദാമ ഉണ്ടായിരുന്നു പറഞ്ഞ ആൾ. അപ്പോൾ അവൾ ശരിക്കും ഓരോരുത്തരുടെ ലൈഫും ഓരോരുത്തരുടെ സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും എത്ര ഒരു ഭാഗ്യവന്മാരാണെന്ന് നമുക്കൊരു മനസ്സിലാവും. നമ്മൾ ഗദ്ദാമകളിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു സിനിമ കാവ്യമാധവൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ ഒരു സിനിമയിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതിൽ കാണുന്ന ഒരു രീതിക്കുള്ള ഒരു ലൈഫ് തന്നെയാണ് അവരുടെ. കുറേ കാലങ്ങളായിട്ട് നാട്ടിൽ പോവുക, അവനവൻ്റെ നാട്ടിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ വിളിക്കാൻ എന്തെങ്കിലും ഒരിക്കൽ അവരെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ആ ഒരു ഫോൺ കോൾ മാത്രമാണ് അവർക്കൊരു നാടിനെ കുറിച്ചിട്ടൊക്കെ ഒരു അറിവുള്ളത്. അപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ അവളിങ്ങനെ കുറേ പറയും, അവളുടെ അവിടുത്തെ നാട്ടിലെ കഥകളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അവൾ പറയുന്നൊന്ന് കുറേയൊക്കെ നമുക്ക് കുറേ കാലം ഇങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഏകദേശം അവർ പറയുന്ന
അവരുടേതായ ലാംഗ്വേജിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഏകദേശം അവരുടെ ആ ഒരു സ്ലാങ് എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ അവരുടെ വിഷമങ്ങളും ഇതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മറക്കാനാവാത്തൊരു വ്യക്തിയായിരുന്നു എനിക്കത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ ഗൂഗിളിലൊക്കെ ഇങ്ങനെ അവളുടെ നാട്ടിലെ എത്യോപ്യ എന്ന് അടിച്ചിട്ട് അവളുടെ നാട്ടിലെ ഓരോ സ്ഥലങ്ങളും അതൊക്കെ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ സ്കൂളുകളൊക്കെ, ഇങ്ങനെയാണ് ഇങ്ങനെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അവളിങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ജന്മങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ ഓരോ മനുഷ്യന്മാർ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും എത്ര ലക്കിയാണെന്ന് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളൊരു ദുബായിലൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഷാർജയിലായിരുന്നു താമസം. പക്ഷെ അവരൊക്കെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഈ വക ഫുഡുകളൊക്കെ ഞാൻ അവർക്കും കൊടുക്കും. അങ്ങനെ ആ ഫുഡ് കഴിക്കാനായിട്ട് ആ ഫുഡ് ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് അലിമ എന്നായിരുന്നു അവിടുത്തെ ഗദ്ദാമ്മയുടെ പേര്. അപ്പോൾ അവളുടെ ഒരു ബിരിയാണി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ അലിമയുടെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ നല്ല ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ വക റൈസൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു മണമൊക്കെ അടിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ അതേ കഥ പറഞ്ഞിരുന്നപ്പോഴത്തേനും നമ്മുടെ ബീഫ് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിൽ ഞാൻ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതുപോലെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ച ആ ഉള്ളിയും വലിയുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ്, കുറച്ച് പേസ്റ്റും പിന്നെ നമ്മുടെ ആ സ്പൈസസ് പൗഡർ, സ്പൈസ് പൗഡർ കാണിച്ചില്ലേ, ആ ഒരു മന്തി മസാലയുടെ ആ ഒരു പൗഡർ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ഫുള്ള് കംപ്ലീറ്റ് ഞാൻ അതിലിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഡ്രൈ ലെമൺ ഡപ്പകളിലൊക്കെ തപ്പിയപ്പോൾ ഒരു ഡ്രൈ ലെമൺ കിട്ടി. അപ്പോൾ ആ ഒരു ലെമണും ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ബീഫ് നല്ലോണം വേവിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. പാകത്തിന് വെള്ളത്തിൻ്റെ ഈ റൈസ് എത്രയാണോ നമ്മൾ കപ്പ് റൈസ് എടുക്കുന്നത് അതിൻ്റെ അതേ അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. കുറച്ച് വെള്ളം ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കേട്ടോ. പിന്നെ ഈ ബീഫിൽ നിന്ന് അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ശരിക്കും മന്തി നമ്മൾ വെക്കുമ്പോൾ മസാല വേറെ വെച്ചിട്ട് റൈസ് വേറെ ബോയിൽ ചെയ്തെടുത്തിട്ട് ഇതിൽ അങ്ങനെ ചെയ്യാം നമ്മൾ. ഇത് ആ ഒരു മീറ്റ് വെന്ത ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല റൈസിൽ നല്ല പിടിച്ച് ഇങ്ങനെ പതുക്കെ റൈസ് നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. ഇനി വെള്ളം മന്തിയുടെ റൈസ് കുറച്ച് അത്യാവശ്യം വേവുള്ള അരിയാണല്ലോ, അപ്പോൾ അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതേപോലെ വീണ്ടും കുക്കർ അടച്ചിട്ട് ശരിക്കും ആ ഒരു പാക്കറ്റിൽ എഴുതിയൊരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ബീഫിൻ്റെ പീസസൊക്കെ മാറ്റിയിട്ട് പിന്നെ റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീഫിൻ്റെ പീസസ് മേലെ വെച്ച് സെർവ് ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ ബീഫ് വെന്തത് എനിക്ക് അത്ര പോരാന്ന് തോന്നി. ഒന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ ബീഫ് എത്രത്തോളം വേവുന്ന അതെല്ലാം നമുക്ക് കഴിക്കാൻ സൗകര്യം അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ബീഫ് ഒന്നും മാറ്റിയില്ല, അതിൻ്റെ കൂടെ തന്നെ ഈ റൈസ് ഇട്ടിട്ട് അത്യാവശ്യം നെയ്യിൻ്റെ പീസൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. ഞാൻ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റൈസിലൊക്കെ ഒന്ന് പിടിക്കട്ടെ, അധികം നമുക്ക് എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായ റൈസ്. ഇതാണ് ഒരു 2 വിസിൽ വന്നപ്പോഴത്തേനും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് റൈസും ബീഫും ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഈ റെസിപ്പി ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അന്ന് കഴിച്ചപ്പോൾ ഈ ചൂടോടെ ഈ റൈസ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു പാക്കറ്റ് ഈ ഒരു മസാല പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇതുപോലെ റൈസും ബീഫും ഒക്കെ പാടെ ചേർന്നിട്ട് വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വലിയ കുത്തലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. നല്ല ചൂടോടെ കഴിച്ചപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും ഹെസി ഇരുന്ന് അടിച്ച് പിന്നി കഴിച്ചിട്ട് അവരൊക്കെ വരാൻ ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഹെസിക്ക്
വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അധികം ബീഫൊന്നും കഴിക്കാത്ത എൻ്റെ ഹെസമോൾ വരെ 2-3 വട്ടം എൻ്റെ അടുത്ത് ചോറ് മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ആ സ്മോക്കി എഫക്റ്റൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഇത് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഡ്രൈ ലെമണിൻ്റെ ഇത് നമ്മളൊന്ന് ഹോളാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും നല്ലോണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വേറെ സൈഡ് ഡിഷസ് ഒന്നും വേണമെന്നില്ല. ഹെസ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു രീതിക്കും മന്തി വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കും വെച്ച് നോക്കുക. ഇതിന് ആക്ച്വലി മജ്ബൂസിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത്. അങ്ങനെയാണ് ഇങ്ങനെ ഇതുപോലെ രണ്ടും ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ മജ്ബൂസിൻ്റെ സ്റ്റൈലാണിത്. അപ്പോൾ ഞാൻ മസാല പൗഡറിൻ്റെ പേര് ഞാനതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് അത് മേടിച്ചതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേറെ ഇപ്പോൾ ഇതൊരു കഴിഞ്ഞ സൺഡേയുടെ ഒരു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.